അവളുടെ രാജകുമാരൻ. രചന നീതു. രാവിലെ സുഖകരമായ ഉറക്കത്തിലായിരുന്നു ഞാൻ. ആ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. വെള്ളക്കുതിരയിൽ കയറി പാഞ്ഞു വരുന്ന ഒരു രാജകുമാരൻ. തലയിൽ തലപ്പാവും സ്വർണ്ണവർണ്ണമാർന്ന ഉടുപ്പുകളും ഉടലിൽ ഉടവാളും തൂക്കിയ അതിസുന്ദരനായ ഒരു യുവാവ്. ആ ചുണ്ടുകളിൽ നല്ല മനോഹരമായ പുഞ്ചിരിയുമുണ്ട്. നക്ഷത്ര തിളക്കമാർന്ന നീലക്കണ്ണുള്ള അതിസുന്ദരനായ ഒരു യുവാവ്. ഞാൻ ആ യുവാവിനെ നക്ഷത്ര കണ്ണുകളിൽ മയങ്ങിപ്പോയി. അത്രയ്ക്ക് മനോഹരമായ ആ കണ്ണുകളിൽ ഒരു നീലസാഗരം അലയടിക്കുന്ന പോലെ. ആ കുളമ്പടി ഒച്ചകൾ എൻ്റെ ഹൃദയത്തിനേക്കാൾ വേഗത്തിൽ കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം അടുത്തു വരുന്തോറും എൻ്റെ ഹൃദയം തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അദ്ദേഹം കുതിരയുടെ സ്പീഡ് കുറച്ച് അടുത്തെത്തിയതും എൻ്റെ ഇടുപ്പിലൂടെ കൈകളിട്ട് കുതിരപ്പുറത്തേക്ക് എന്നെ എടുത്തിരുത്തി. അത്ഭുതത്തോടെ നോക്കി എൻ്റെ കണ്ണുകൾ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ച അദ്ദേഹം ആ കുതിരയുമായി അതിവേഗം പാഞ്ഞുപോയി. പേടിയും അത്ഭുതമൊക്കെ എന്നിലുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മിഴികൾ ഞാൻ മയങ്ങിയിരുന്നു. അതിനാൽ തന്നെ ആ മിഴികളിൽ നോക്കി ആ മാറിൽ ഞാൻ ചാഞ്ഞിരുന്നു. പെട്ടെന്നാണ് എൻ്റെ ബമ്പറിലൊരു പടക്കം പൊട്ടിയത്. അയ്യോ! ചാടിപ്പടിഞ്ഞെഴുന്നേറ്റ് ഞാൻ കാണുന്നത് ഭദ്രകാളിയായി നിൽക്കുന്ന പോരാളിയാണ്. എന്താ അമ്മേ, എന്തിനാണ് തല്ലിയത്? ഞാൻ എൻ്റെ മൂടും തടവി അമ്മയോട് ചോദിച്ചു. എൻ്റെ ആ ചോദ്യം അമ്മയുടെ കലി കൂട്ടി. ഇന്നെന്താ ദിവസം? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇന്നെന്താ ഞായറാഴ്ച, സാധാരണ പോലെ തന്നെ. ഓ, ഈ സാധനത്തിനോട് നിന്നോട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലേ പെണ്ണെ, നിന്നെന്ന് പെണ്ണാണ് ചെറുക്കും വീട്ടുകാർ വരുന്നു. നീ മറന്നുപോയോ? അയ്യോ, അതിന്നാണോ? അല്ല, നാളെ. പല്ലിറുമിക്കൊണ്ട് പോരാളി പറഞ്ഞു. ഞാൻ ആ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. ഇല്ലെങ്കിൽ അടുത്ത അടി പൊട്ടുമെന്ന് എനിക്കറിയായിരുന്നു. ഇനി അതിനകത്ത് 10 മണിക്കൂർ പെറ്റിടണോ? വേഗം ഇങ്ങോട്ട് ഇറങ്ങിയില്ല, ഞാൻ ഇനി വരും. ഇനി വരുമ്പോൾ ചട്ടുകാരിക്കും പുറത്ത് വീഴുന്നു. ഇല്ലമ്മേ, ഞാനിപ്പോൾ വന്നോളാം. എങ്കിൽ നിനക്ക് നല്ലത്. എന്നിട്ട് വേഗം കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാൻ നോക്ക്. ഈശ്വരൻ്റെ കുറച്ചെങ്കിലും അനുഗ്രഹം ഉണ്ടാവട്ടെ. ശരി അമ്മേ. അമ്പലത്തിൽ പോകാൻ ഇഷ്ടമില്ലെങ്കിലും അമ്മയുടെ അടിപേടിച്ച് അവളെ സമ്മതിച്ചു. കുളിച്ചൊരു ചുരിദാറിട്ടവൾ നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ച്. അവളുടെ ഇഷ്ടദൈവമായ കൃഷ്ണന്റെ അമ്പലത്തിലേക്കാണ് അവൾ പോയത്. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു അമ്പലമാണത്. അവളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം, കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. അവൾ ശ്രീകോവിലിന് മുമ്പിലായി പോയി എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. തൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു. തൻ്റെ പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ മനസ്സിൽ വന്ന് കുതിരപ്പുറത്ത് വന്ന ആ രാജകുമാരനായിരുന്നു. പെണ്ണ് കാണാൻ വരുന്ന ചെക്കനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് സ്വപ്നത്തിൽ വന്ന ആ രാജകുമാരനാണല്ലോ. അവൾ തലയൊന്നു കുടഞ്ഞ് നന്നായി വീണ്ടും പ്രാർത്ഥിച്ച് ശ്രീകോവിലിന് നേരെ നോക്കി. ദൈവമേ, എന്നെ കാണാൻ വരുന്ന നല്ലൊരു ചെറുക്കനാവണേ. ഇതും കൂട്ടി 6ാമത്തെ പെണ്ണ് കാണില്ല. ഇതും നടന്നില്ലെങ്കിൽ ഞാൻ ഇനി പെണ്ണ് കാണാൻ പോലും നിൽക്കില്ല. ആരെങ്കിലും പ്രേമിച്ച് കേട്ടു, ഞാൻ പറഞ്ഞേക്കാം. കണ്ണുകൾ തുറന്ന് അവൾ ശ്രീകോവിലിന് നേരെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, എനിക്കൊരു അച്ഛനമ്മയും കണ്ടുപിടിച്ചിരുന്ന ആളെ മതി. അവളെ കണ്ട് പുഞ്ചിരിയോട് അടുത്തേക്ക് വന്ന് തിരുമേനിയിൽ നിന്ന് പ്രസാദവും മേടിച്ച് അവൾ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വേഗം തന്റെ വീട്ടിലേക്ക് നടന്നു. വീടിന്റെ ഫ്രണ്ടിലെത്തിയപ്പോഴേ അവൾ കണ്ടു വീടിന് മുമ്പിലായി ഒരു ബെൻസ് കിടക്കുന്നു. ദൈവമേ, അവരെത്തിയെന്നാ തോന്നുന്നേ. അവൾ പയ്യെ പുറകുവശത്തേക്ക് നടന്നു. തുറന്നു കിടന്ന അടുക്കള വാതിൽ വഴി അകത്തേക്ക് പ്രവേശിച്ചു. അടുക്കളയുടെ അകത്ത് നിന്ന് ചായ ഇടുന്ന അമ്മയുടെ അടുത്തേക്ക് അവൾ ഓടിയെത്തി. ആ, നീ എത്തിയോ? അവളെ കണ്ടത് അമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു. എന്താ, അവരെത്തിയോ? അതാണ് അമ്മയ്ക്ക് ഇത്ര പേടി? അതേ മോളെ, അവരെത്തി. മോളെ കാണാത്തോണ്ട് അമ്മ പേടിച്ചു പോയി. അവർ വന്നിട്ട് കുറച്ച് നേരമായി. സാരല്ലേ, അമ്പലത്തിൽ പോയതാണെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. നീ സ്റ്റോർ റൂമിലേക്ക് വയ്ക്കോ, ഞാൻ സാരിയോടെ വെച്ചിട്ടുണ്ട്. അത് ഉടുത്തിട്ട് വാ. സാരിയൊക്കെ ഉടുക്കണോ അമ്മേ? ഈ ചുരിദാർ പോരെ? പോരാ, സാരി തന്നെ ഉടുക്കണം. അവരൊക്കെ വലിയ വീട്ടുകാരാ. അങ്ങനെയൊക്കെ ആയിരിക്കും അവിടുത്തെ നിഷ്ഠകൾ. ശരി, ഉടുക്കാം. പക്ഷെ തന്നെ ഉടുക്കാൻ എനിക്ക് അറിയില്ലല്ലോ അമ്മേ. അമ്മ ചായ വാങ്ങിയിട്ട് വേഗം വരാം. നീ ഡ്രസ്സ് മാറി പാവാടയും ബ്ലൗസും ഇട്. ശരി. അവൾ സ്റ്റോർ റൂമിനകത്തേക്ക് നടന്നു. അമ്മ വേഗം തിളച്ച് പൊന്തി വന്ന ചായ പഞ്ചസാരയിട്ട് നന്നായിട്ട് അടിച്ച് ഗ്ലാസ്സുകളിലേക്ക് പകർന്നു വെച്ചു. പിന്നെ വേഗം സ്റ്റോർ റൂമിലേക്ക് നടന്നു. പാവാടയും ബ്ലൗസും ഇട്ട് അവളെ നന്നായി സാരി ഉടുപ്പിച്ച് ചേരുന്ന ആഭരണങ്ങളും ഇട്ട് തല നന്നായി പിന്നിക്കെട്ടി വെച്ച് മുഖത്ത് പൗഡറും കണ്ണുകളിൽ ഇത്തിരി കൺമഷിയും പുരട്ടി ചെറിയൊരു പൊട്ടും വെച്ച് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞതും അവളുമായി അവർ അടുക്കളയിലേക്ക് നടന്നു. ചായ ഒഴിച്ചു വെച്ച ട്രേ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. പലഹാരപാത്രവുമായി അമ്മ പുറകെ നടന്നു. ചെറിയ പേടിയോടെ മന്ദമന്ദ അവൾ ഹാളിലേക്ക് നടന്നു. മോളെ, എല്ലാവർക്കും കൊടുത്തോളൂ. അച്ഛൻ പറഞ്ഞതും പയ്യെ തലയുയർത്തി നോക്കിയവൾ സോഫയിൽ ഇങ്ങേറ്റിരുന്നവരിൽ നിന്ന് തൊട്ട് കൊടുത്തു തുടങ്ങി. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയവളെ ആ കൂട്ടത്തിൽ വന്നൊരു സ്ത്രീ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്തി. അതെന്ത് പോക്കാം മോളെ, മോളിവിടെ ഇരിക്കും, ഞങ്ങളൊന്ന് ശരിക്ക് കാണട്ടെ. അവൾ വിറയിലോടെ അവിടെ തന്നെ ഇരുന്നു. ആ സ്ത്രീ തന്നെ പരിചയപ്പെടുത്തി. മോളെ, എൻ്റെ പേര് ശ്രീലത. ഞാൻ മോളെ കാണാൻ വന്ന ചെറുക്കൻ്റെ അമ്മയാ കേട്ടോ. മോളെന്തിനെങ്ങനെ പേടിക്കുന്നു? മോള് കരുതുന്ന പോലെ ഞങ്ങൾ ഭീകരന്മാരൊന്നുമല്ല, പാവങ്ങളാ. മോളുടെ അച്ഛനെയും അമ്മയും പോലെ തന്നെ. അത് കേട്ടത് അവൾ പതിയെ തലയുയർത്തി അവർ നോക്കിയും ചിരിച്ചു. എന്ത് നല്ല ചിരിയാ! ഈ ചിരിയും വെച്ചുകൊണ്ടാണ് ഈ മുഖവും താഴ്ത്തി നിന്നല്ലേ. അതൊക്കെ പോട്ടെ, ടെൻഷനായിരിക്കുമല്ലേ. ഇനി മോൾക്ക് ഞാൻ ഇവരെല്ലാം പരിചയപ്പെടുത്തി തരാം.
ഇതാണ് ചെറുക്കൻ്റെ പെങ്ങള് ശ്രീനിധി. ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഇത് ചെറുക്കൻ്റെ അനുജൻ ശ്രീകാന്ത്, ഇപ്പോൾ +2 പഠിക്കുന്നു. പിന്നെ ഇതാണ് ചെറുക്കൻ, പേര് ശ്രീജിത്ത്. അവനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക. ഇത് ഇവരുടെ അച്ഛൻ, പേര് ശ്രീധരൻ, അധ്യാപകനാണ്. അവൾ പയ്യെ മുഖമുയർത്തി എല്ലാവരെയും നോക്കിയതും എല്ലാവരും തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന കണ്ട് അവളും അവരെ നോക്കി പുഞ്ചിരിച്ചു. അവസാനം അവളുടെ നോട്ടം പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ്റെ മുഖത്തെത്തിയതും തന്നെ നോക്കി കുസൃതിയോടെ ചിരിക്കുന്ന ആ കണ്ണുകളിൽ അവളുടെ കണ്ണ് കുടുങ്ങിപ്പോയി. കാരണം അവളുടെ സ്വപ്നങ്ങൾ കാണാറുള്ള നീലക്കണ്ണുകളായിരുന്നു ആ ചെറുക്കൻ്റെ. അവൾ അത്ഭുതത്തോടും സന്തോഷത്തോടും ആ കണ്ണുകളിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഹലോ, ഇത്രമാത്രം നോക്കാനുണ്ടോ? ഞങ്ങൾ ഇവിടേക്ക് ഉണ്ടേ. ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ മോളിത് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ആ ചോദ്യം കേട്ടതും അവൾ ചമ്മി തന്നെ നോട്ടം മാറ്റി. അപ്പോഴേക്ക് അവിടെ ഒരു ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിരുന്നു. ചമ്മണ്ട, എന്തെങ്കിലും സംസാരിക്കാണ്ട് വേഗം പോയി സംസാരിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾ നേരെ കല്യാണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കും. അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് ഈ മോളെ. ആ അമ്മ പറഞ്ഞതും അവൾ അവരെ നോക്കി ചിരിച്ചു. ചെറുക്കൻ പയ്യെ പുറത്തോട്ടിറങ്ങിയതും അവളും അവന് പുറകെ നടന്നു. അയാൾ പോയി നിന്ന് അവിടെ പൂന്തോട്ടത്തിലാണ്. അവളും പതി അവിടേക്ക് നടന്നു. ഹായ്, എൻ്റെ പേരറിയാലോ അല്ലേ? അറിയാം, അമ്മ ഇപ്പം പറയുന്നത് കേട്ടിരുന്നു. തൻ്റെ പേര്? ശ്രീഭദ്ര. ആ, അപ്പം നീയും കൂടി അവിടേക്ക് വന്നാ നമ്മളെല്ലാം ശ്രീമാരാവുമല്ലോ. ഞാൻ അവിടേക്ക് വരാനോ? പിന്നെ ഞാൻ തന്നെ കിട്ടുമ്പോൾ താൻ എൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത്? അതിനെന്നെ ഇഷ്ടമാണില്ലേ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഫോട്ടോയിൽ കണ്ടപ്പോഴേ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ തന്നെ കാണാൻ തന്നെ വന്നത്. പിന്നെ തന്നെ പലയിടത്തുനിന്ന് ഞാൻ കണ്ടിരുന്നു. ഇനി തൻ്റെ ഇഷ്ടം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇഷ്ടമായോ എന്നെ? കെട്ടിക്കൊണ്ട് പോട്ടെ ഞാൻ എൻ്റെ പെണ്ണായി എൻ്റെ വീട്ടിലേക്ക്. അവൻ്റെ ആ ചോദ്യം കേട്ടത് അവളുടെ മുഖം നാണത്താൽ കുനിഞ്ഞു. ഈ മൗനം ഞാൻ സമ്മതമായിട്ട് എടുക്കട്ടെ? അവൾ മുകളിൽ അകത്തേക്ക് ഓടാൻ തുടങ്ങിയതും അവൻ ആ കൈകളിൽ പിടിച്ചു. അവൾ അത്ഭുതത്തോടെ ആ കൈകളിൽ നോക്കിയതും അവൻ ആ കൈകളിൽ നിന്ന് തൻ്റെ കൈകളെടുത്ത് അവളോട് ചോദിച്ചു. അല്ല, തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? താൻ എന്തുകൊണ്ടാ എൻ്റെ കണ്ണുകളിൽ നോക്കി മുമ്പേ അത്ഭുതത്തോടെ നിന്ന് എന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? അത് കേട്ടത് അവളൊന്ന് പരിങ്ങി. എന്താ കാണുന്നെന്ന് പറയും, എനിക്കറിയാനൊരാഗ്രഹം. അത് ഞാൻ ഇന്നൊരു സ്വപ്നം കാണും. ആ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വരുന്ന രാജകുമാരനും ഈ കണ്ണുകളായിരുന്നു. ആഹാ, അതിനിടയ്ക്ക് അങ്ങനെയൊരു കഥയുണ്ടോ? അപ്പൊ തൻ്റെ സ്വപ്നത്തിലെ രാജകുമാരൻ ഞാനാണോ? ആയിരിക്കും, അതിലെ ഇങ്ങനെയൊരു കണ്ണ്. അപ്പൊ ഞാൻ പോയി തൻ്റെ അച്ഛനോട് പറയട്ടെ, ഈ രാജകുമാരിയെ കെട്ടാൻ സമ്മതമാണെന്ന്? പറഞ്ഞോളൂ, അവൾ നാണത്തോടെ പറഞ്ഞു. അവനവളുടെ കൈകൾ കൈ ചേർത്ത് അകത്തേക്ക് നടന്നു. അങ്ങനെ അവളുടെ സ്വപ്ന രാജകുമാരൻ തൻ്റെ രാജകുമാരിയെയും കൂട്ടി തങ്ങളുടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. നമുക്കും അവർക്ക് ആശംസകൾ നേരാം.